നമസ്കാരം. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? അത് വെറും കൊടികളും മുദ്രാവാക്യങ്ങളും മാത്രമല്ല അല്ലേ? ഒരു സാധാരണക്കാരന്റെ ജീവിതത്തെ ഭരണം എങ്ങനെയാണ് ഓരോ ദിവസവും ബാധിക്കുന്നത്? ഇന്ന് നമ്മൾ ചേർത്തല എന്ന മണ്ഡലത്തിന്റെ ഉള്ളറകളിലേക്ക്, അവിടുത്തെ മണ്ണിലിറങ്ങി ചെല്ലുകയാണ്. ഇവിടെ നമുക്ക് കണക്കുകളുടെ വെളിച്ചത്തിൽ ജനങ്ങളുടെ യഥാർത്ഥ ശബ്ദം എന്താണെന്ന് കേൾക്കാം. നമ്മുടെ ഈ വിശകലനം തുടങ്ങുന്നത് രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു ലക്ഷ്യത്തിൽ നിന്നാണ്. അവിടെ നിന്ന് നമ്മൾ ചേർത്തലയിലെ സാധാരണക്കാരുടെ വേദനകൾ അറിയും, പിന്നെ ജനവിധിയുടെ കണക്കുകൾ എന്താണ് പറയുന്നതെന്ന് നോക്കും, പ്രശ്നങ്ങളുടെ മൂലകാരണം കണ്ടെത്തും, ഒരു മികച്ച ഭരണത്തിനുള്ള വഴി എങ്ങനെ ഒരുക്കാമെന്ന് ചർച്ച ചെയ്യും. അവസാനം ഒരു പുതിയ കാഴ്ചപ്പാടോടെ നമ്മളിത് അവസാനിപ്പിക്കും. ഒരു കാര്യം ആദ്യം തന്നെ വ്യക്തമാക്കാം. നമ്മുടെ ലക്ഷ്യം ആര് ജയിക്കും, ആര് തോൽക്കും എന്ന് പ്രവചിക്കലല്ല. മറിച്ച് ഒരു മണ്ഡലത്തിലെ രാഷ്ട്രീയത്തെയും സാമ്പത്തികാവസ്ഥയെയും ഒരു സർജനെ പോലെ കീറിമുറിച്ച് പരിശോധിച്ച് ജനങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് കണ്ടെത്തുകയാണ്. കാരണം ഓരോ വോട്ടും ഒരു തുറന്ന കത്താണ്. അത് വായിച്ചെടുക്കുന്നിടത്താണ് യഥാർത്ഥ ജനാധിപത്യം വിജയിക്കുന്നത്. ചേർത്തല ഇത് വെറുമൊരു സ്ഥലപ്പേരല്ല. കേരളത്തിന്റെ തീരദേശ ജീവിതത്തിന്റെയും കായലോര സംസ്കാരത്തിന്റെയും ഒരു പരിച്ഛേദമാണിത്. ഇവിടെ കടലും കായലും ഒരുപോലെയാണ് ജനങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്. ഈ ഭൂപ്രകൃതി നൽകുന്ന സൗന്ദര്യവും അതോടൊപ്പം ഉയർത്തുന്ന വെല്ലുവിളികളുമാണ് ഇവിടത്തെ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കുന്നത്. ഇവിടത്തെ പ്രശ്നങ്ങൾക്ക് ഈ മണ്ണിനോളം ആഴമുണ്ട്. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ചേർത്തലയിലെ ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. കാരണം രാഷ്ട്രീയം തുടങ്ങുന്നത് നിയമസഭാ മന്ദിരങ്ങളിലല്ല, സാധാരണക്കാരന്റെ വീട്ടിലെ അടുപ്പിൽ തീ പുകയുമ്പോഴും അവൻ എന്നും പോകുന്ന വഴിയിലെ കുഴികളിലുമാണ്. അവരുടെ പരാതികൾക്ക് കാതോർക്കുന്നിടത്താണ് ഒരു നല്ല ഭരണം തുടങ്ങുന്നത്. ഇവിടുത്തെ ജനങ്ങളെ മനസ്സിലാക്കാൻ ആദ്യം അവരുടെ സാമൂഹിക ഘടനയൊന്ന് നോക്കാം. ഏകദേശം 72% ഹിന്ദുക്കൾ, 21% ക്രിസ്ത്യാനികൾ, 6% മുസ്ലിങ്ങൾ. അതോടൊപ്പം 8.5% വരുന്ന പട്ടികജാതി വിഭാഗവും ഇവിടെയുണ്ട്. ഈ വൈവിധ്യമാണ് ചേർത്തലയുടെ ശക്തി. ഓരോ വിഭാഗത്തിനും അവരുടേതായ ആവശ്യങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഒരു നല്ല ഭരണത്തിന് ഇതെല്ലാം ഒരുപോലെ കാണാൻ കഴിയണം. റോഡ് അത് വെറുമൊരു ടാറിട്ട വഴിയല്ല അല്ലേ, അതൊരു നാടിന്റെ വികസനത്തിലേക്കുള്ള ധമനിയാണ്. പക്ഷെ ചേർത്തലയില് പലയിടത്തും ഈ ധമനികൾ തകർന്നു കൊടുക്കുകയാണ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ജനങ്ങളുടെ ഒരു തീരാവേദനയാണ്. ഓരോ യാത്രയും ഒരു പരീക്ഷണമാക്കുന്ന, സുരക്ഷയെക്കുറിച്ച് ആശങ്കയുണ്ടാക്കുന്ന ഒരു പ്രശ്നം. മഴയൊന്ന് പെയ്താൽ പിന്നെ പറയുകയും വേണ്ട, റോഡും തോടും തിരിച്ചറിയാൻ പറ്റാതാവും. വെള്ളം അത് ജീവനാണ്. ഒരു സർക്കാരിന് ജനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഉറപ്പാണ് ശുദ്ധജലം. എന്നാൽ ആ ഉറപ്പിനാണ് ഇവിടെ പലപ്പോഴും ലംഘനം സംഭവിക്കുന്നത്. പൈപ്പിൽ നിന്ന് മലിനജലം വരുമ്പോൾ തകരുന്നത് ജനങ്ങളുടെ ആരോഗ്യം മാത്രമല്ല, ഭരണത്തിലുള്ള അവരുടെ വിശ്വാസം കൂടിയാണ്. ഓർക്കണം, ഈയൊരു പ്രശ്നം കാരണം ഏകദേശം 50,000 പേരാണ് ദുരിതത്തിലായത്. അതൊരു ചെറിയ കാര്യമല്ല. എല്ലാ വീടുകളിലും ഇപ്പോൾ ഒരു പ്രധാന ചർച്ചയുണ്ട്: അടുക്കളയിലെ ബഡ്ജറ്റ്. ഒരു വശത്ത് ഒരുപാട് സ്വപ്നങ്ങളുമായി ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയവർക്ക് ഇവിടെ ഒരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. മറുവശത്ത് കടയിൽ പോയാൽ എല്ലാ സാധനങ്ങൾക്കും തീവില. ഈ ഇരട്ട പ്രഹരം സാധാരണ കുടുംബങ്ങളുടെ നടുവൊടിക്കുകയാണ്. ഈ സാമ്പത്തിക ഞെരുക്കം വെറുമൊരു തോന്നലല്ല, അതിന് കണക്കുകളുടെ പിൻബലമുണ്ട്. നോക്കൂ, കേരളത്തിലെ വിലക്കയറ്റം ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. ഏകദേശം 5.9. വെളിച്ചെണ്ണയ്ക്ക് കിലോയ്ക്ക് 70 രൂപയും അരിക്ക് 15 രൂപ വരെയും ഒറ്റയടിക്ക് കൂടുമ്പോൾ ഒരു സാധാരണ കുടുംബത്തിന്റെ ബജറ്റ് എങ്ങനെയാണ് താളം തെറ്റാതിരിക്കുക? ഈ ഭാരം അവർ എവിടെ കൊണ്ടുപോയി വയ്ക്കും? അപ്പോൾ റോഡിലെ ഈ കുഴികളും, പൈപ്പിലെ ചെളിവെള്ളവും, കടയിലെ വിലക്കയറ്റവും, ഇതെല്ലാം ജനവിധിയിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്? ജനങ്ങളുടെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾ അവരുടെ വോട്ടിനെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം. ചേർത്തലയിലെ ആളുകൾ വെറുതെയിരിക്കുന്നവരല്ല, രാഷ്ട്രീയമായി നല്ല ബോധമുള്ളവരാണ്. അവരുടെ വോട്ട് ശതമാനം കണ്ടാൽ നമുക്കത് മനസ്സിലാകും. എപ്പോഴും 80% മുകളിലാണ് പോളിംഗ്. ഇതൊരു വെറും കണക്കല്ല, തങ്ങളുടെ വോട്ട് ഒരു ശക്തമായ ആയുധമാണെന്ന് വിശ്വസിക്കുന്ന, നേതാക്കളെ തിരഞ്ഞെടുപ്പിൽ ചോദ്യം ചെയ്യാൻ മടിക്കാത്ത ഒരു ജനതയുടെ പ്രഖ്യാപനമാണിത്. ഈ കണക്കുകൾ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്: ഭരണകക്ഷിയായ LDFന്റെ ഭൂരിപക്ഷം കുറഞ്ഞുവരുന്നു. അതേസമയം പ്രതിപക്ഷമായ UDFന്റെ വോട്ട് വിഹിതം കൂടുന്നുമുണ്ട്. എന്താണിതിനർത്ഥം? ജനവിധി ആർക്കും എഴുതിവെച്ചിട്ടില്ല. ഭരണത്തിലുള്ളവരോടുള്ള അതൃപ്തി കൂടുന്നു, മത്സരം കൂടുതൽ കടുപ്പമാകുന്നു. ചേർത്തലയിലെ രാഷ്ട്രീയം പ്രവചിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ടാവുകയാണ്.
ഭരണപക്ഷത്തെ സംബന്ധിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ തലവേദന. ഒരു എതിരാളിയുടെ കണ്ണിലൂടെ നോക്കിയാൽ അവരുടെ ദൗർബല്യങ്ങൾ പകൽ പോലെ വ്യക്തമാണ്. തകർന്ന റോഡുകൾ, കുതിച്ചുയർന്ന വിലകൾ, മുടങ്ങിപ്പോകുന്ന കുടിവെള്ള വിതരണം, ഇവയൊന്നും പുതിയ കാര്യങ്ങളല്ല. നമ്മൾ നേരത്തെ കേട്ട ജനങ്ങളുടെ അതേ പരാതികൾ തന്നെ ഇവിടെ രാഷ്ട്രീയമായ ആയുധങ്ങളായി മാറുന്നു. ഇവിടെയാണ് നമ്മൾ ജനാധിപത്യത്തിന്റെ ഒരു അടിസ്ഥാന തത്വം ഓർക്കേണ്ടത്. സംസാരിക്കാനുള്ള അവകാശം പോലെ തന്നെ പ്രധാനമാണ് കേൾക്കാനുള്ള ഉത്തരവാദിത്തവും. ഓരോ പൗരന്റെയും പരാതി കേൾക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവർക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യേണ്ടത് ഭരണകൂടത്തിന്റെ കടമയാണ്. ഓരോ പരാതിയും വെറുമൊരു പരാതിയല്ല, അത് നടപടിയെടുക്കാനുള്ള ജനങ്ങളുടെ കൽപ്പനയാണ്. ഇതുവരെ നമ്മൾ കണ്ടത് രോഗലക്ഷണങ്ങൾ മാത്രമാണ്. ഇനി നമുക്ക് രോഗത്തിന്റെ യഥാർത്ഥ കാരണത്തിലേക്ക്, അതിന്റെ വേരുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഒരു മാറാവരണം പോലെ ചേർത്തലയെ അലട്ടുന്നത്? നമുക്ക് നോക്കാം. ജനങ്ങളുടെ ദേഷ്യത്തിന് പിന്നിൽ പ്രധാനമായും 4 കാരണങ്ങളാണുള്ളത്. 1. പിടിച്ചു നിർത്താനാവാത്ത വിലക്കയറ്റം. 2. ജോലിയില്ലാതെ മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് സർക്കാർ ഓഫീസുകളിൽ നേരിടേണ്ടി വരുന്ന നൂലാമാലകൾ. 3. ആനുകൂല്യങ്ങൾ സമയത്തിന് കിട്ടാത്ത ക്ഷേമ പദ്ധതികൾ. 4. കൃഷി നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളിൽ നിന്ന് ഒരു സംരക്ഷണമോ നഷ്ടപരിഹാരമോ ലഭിക്കാത്ത കർഷകരുടെ നിസ്സഹായാവസ്ഥ. നമുക്ക് നിലവിലെ ഭരണത്തിന് ഒരു റിപ്പോർട്ട് കാർഡ് കൊടുത്താലോ? ക്ഷേമ പദ്ധതികളുണ്ട്, പക്ഷേ വിലക്കയറ്റം അതിന്റെ ഗുണം ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് മാർക്ക് കുറയും. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ സ്കോർ വളരെ കുറവാണ്. വലിയ അഴിമതി ആരോപണങ്ങൾ ഇല്ല എന്നത് ഒരു നല്ല വശമാണ്. പക്ഷേ ദൈനംദിന സേവനങ്ങൾ നൽകുന്നതിലെ വീഴ്ചകൾ ജനങ്ങളുടെ വിശ്വാസത്തിൽ വലിയ ഇടിവുണ്ടാക്കിയിട്ടുണ്ട്. പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞിരുന്നാൽ പോരല്ലോ, ഇതിനൊരു പരിഹാരം വേണ്ടേ? ജനങ്ങളുടെ വിശ്വാസം തിരിച്ചുപിടിക്കാനും ശരിയായ ഭരണം കാഴ്ചവെക്കാനും ആഗ്രഹിക്കുന്ന ഏതൊരു നേതാവിനും പിന്തുടരാവുന്ന ഒരു കർമ്മ പദ്ധതിയിലേക്ക് നമുക്കിനി കടക്കാം. ഇതിനെ നമുക്ക് ചതുർമുഖ സിദ്ധാന്തം എന്ന് വിളിക്കാം. 4 മുഖങ്ങളുള്ള ഒരു തന്ത്രം. ഒന്നാമത്തെ മുഖം ശിവന്റേതാണ്. അതായത് അടിസ്ഥാന സൗകര്യങ്ങളിലെയും വിലക്കയറ്റത്തിലെയും പരാജയങ്ങളെ അതിശക്തമായി വിമർശിക്കുക. രണ്ടാമത്തേത് വിഷ്ണുവിന്റേത്. വില നിയന്ത്രിച്ച് സ്ഥിരതയും ക്രമവും ഉറപ്പാക്കുമെന്ന് ജനങ്ങൾക്ക് വാക്കു നൽകുക. മൂന്നാമത്തേത് ബ്രഹ്മാവിന്റേത്. പ്രവാസികൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ, ഗവേണൻസ് പോലുള്ള പുതിയ പരിഹാരങ്ങൾ സൃഷ്ടിക്കുക. നാലാമത്തേത് ദുർഗയുടേതാണ്. പൗരന്മാരുടെ ക്ഷേമം, സുരക്ഷ, ന്യൂനപക്ഷ അവകാശങ്ങൾ എന്നിവയുടെ സംരക്ഷകരായി മാറുക. പറഞ്ഞു നിൽക്കാൻ സമയമില്ല. അധികാരത്തിൽ വന്നാൽ ആദ്യത്തെ 100 ദിവസങ്ങൾക്കുള്ളിൽ ജനങ്ങളുടെ വിശ്വാസം നേടാൻ 3 കാര്യങ്ങൾ ഉടൻ ചെയ്യണം. 1. ഒരു റോഡ് നവീകരണ യജ്ഞം പ്രഖ്യാപിച്ച് പ്രധാന റോഡുകൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നന്നാക്കുക. 2. ആശ്വാസവില പദ്ധതി വഴി സബ്സിഡി നിരക്കിൽ ആവശ്യ സാധനങ്ങൾ വീടുകളിൽ എത്തിക്കുക. 3. ഒരു തൊഴിൽ മുന്നേറ്റം പ്രഖ്യാപിച്ച് യുവാക്കൾക്ക് പെട്ടെന്ന് ജോലി കണ്ടെത്താൻ സഹായിക്കുന്ന പരിശീലന പരിപാടികൾ തുടങ്ങുക. ഇത്തരം പ്രവൃത്തികൾ 1000 വാക്കുകളേക്കാൾ ഉറക്കെ സംസാരിക്കും. ഇന്നത്തെ കാലത്ത് ഭരണമെന്നാൽ ഡേറ്റ കൂടിയാണ്. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ഇന്ത്യയുടെ പുതിയ ഡാറ്റാ സംരക്ഷണ നിയമം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. ഓരോ ഡാറ്റയുടെയും പിന്നിലും ഒരു മനുഷ്യനുണ്ട്. അതുകൊണ്ട് ജനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അവരുടെ അനുവാദവും സ്വകാര്യതയും നമ്മൾ മാനിച്ചേ മതിയാവൂ. ഇതൊരു നിയമം മാത്രമല്ല, ഓരോ പൗരന്റെയും അന്തസ്സിനെ അംഗീകരിക്കലാണ്. ആ ബഹുമാനമാണ് വിശ്വാസത്തിന്റെ അടിത്തറ. അപ്പോ ചേർത്തലയിലെ ഈ ആഴത്തിലുള്ള വിശകലനം നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇതിൽ നിന്ന് നമ്മൾ പഠിച്ച പാഠങ്ങൾ ചേർത്തലയ്ക്ക് മാത്രം ബാധകമായ ഒന്നല്ല. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഇതിൽ നിന്ന് ചിലത് മനസ്സിലാക്കാനുണ്ട്. ഒരു മണ്ഡലത്തെ ഇത്ര അടുത്തുനിന്ന് പഠിക്കുമ്പോൾ നേതൃത്വത്തെക്കുറിച്ച് എന്താണ് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? അവസാനം നമ്മൾ തിരിച്ചറിയുന്നൊരു സത്യമുണ്ട്. ഭരണം എന്നത് തിരഞ്ഞെടുപ്പ് കാലത്ത് നൽകുന്ന വാഗ്ദാനങ്ങളുടെ ഒരു ലിസ്റ്റ് മാത്രമല്ല, അതൊരു സംവിധാനമാണ്. സേവനങ്ങൾ കൃത്യസമയത്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന, അവരുടെ പരാതികൾക്ക് പരിഹാരം കാണുന്ന, എല്ലാറ്റിലുമുപരി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുന്നൊരു സംവിധാനം. ആ വിശ്വാസമാണ് യഥാർത്ഥ ജനവിധി. ജനങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാകാനും നിങ്ങളുടെ മണ്ഡലത്തെ ഉയരങ്ങളിലെത്തിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai യുമായി ബന്ധപ്പെടുക. ഇമെയിൽ mgr@blueprintstrategies.ai. ഫോൺ 08042016220. രാഷ്ട്രീയം ലക്ഷ്യങ്ങൾക്കപ്പുറം.